ഹായ് ഫ്രണ്ട്സ്, PSC വിസ്തത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2023 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. മെയ്യിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം നടന്ന ജില്ല. മലപ്പുറം ജില്ലയിലെ താനൂർ തൂവൽ തീരത്താണ് 2023 മെയ്യിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം നടന്നത്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥിന്റെ പുതിയ പേര്. കർത്തവ്യപഥ് എന്നാണ് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥിന്റെ പുതിയ പേര്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 7000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ. വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 7000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ. അസാപ് കേരളയുടെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. കാസർഗോഡാണ് അസാപ് കേരളയുടെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. വനിതകളെ ആധുനിക രീതിയിൽ വഴിയോര മത്സ്യക്കച്ചവടം നടത്താൻ സഹായിക്കുന്നതിനുള്ള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി. മീൻകൂടാണ് വനിതകളെ ആധുനിക രീതിയിൽ വഴിയോര മത്സ്യക്കച്ചവടം നടത്താൻ സഹായിക്കുന്നതിനുള്ള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി. ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ പോർട്ടൽ. ഭൂമി രാശിയാണ് ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ പോർട്ടൽ. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2023 പുലിറ്റ്സർ പുരസ്കാരത്തിന് അർഹമായ സ്ഥാപനം. ന്യൂയോർക്ക് ടൈംസ് ആണ് അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2023 പുലിറ്റ്സർ പുരസ്കാരത്തിന് അർഹമായ സ്ഥാപനം. 2023 മെയ്യിൽ അന്തരിച്ച PKG നമ്പ്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2023 മെയ്യിൽ അന്തരിച്ച PKG നമ്പ്യാർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മാതൃശിശു മരണങ്ങൾ നടക്കുന്ന രാജ്യം. ഇന്ത്യയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മാതൃശിശു മരണങ്ങൾ നടക്കുന്ന രാജ്യം. 2023 മെയ്യിൽ രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം. രാജസ്ഥാനാണ് 2023 മെയ്യിൽ രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം. രാജ്യത്തെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം. ചണ്ഡീഗഡ് ആണ് രാജ്യത്തെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം. നീതി ആയോഗ് CEO ആയി നിയമിതനായത്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് CEO ആയി നിയമിതനായത്. ChatGPT ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജ്യം. ചൈനയാണ് ChatGPT ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജ്യം. എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത്. PS ശ്രീധരൻ പിള്ളയാണ് എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത്. ലോക നഴ്സസ് ദിനം. മെയ് 12 ആണ് ലോക നഴ്സസ് ദിനം. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. നേർവഴിയാണ് അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ
വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. തിരുവനന്തപുരമാണ് 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ആരംഭിക്കുന്ന സംസ്ഥാനം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ആരംഭിക്കുന്ന സംസ്ഥാനം. പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിൽപ്പനയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി. ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നമാണ് പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിൽപ്പനയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി. താക്കോൽ എന്ന നോവലിന്റെ രചയിതാവ്. ആനന്ദാണ് താക്കോൽ എന്ന നോവലിന്റെ രചയിതാവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.